ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം 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 ഹരേ ഹരേ. ഗുരുപരമ്പരയ്ക്കും ഭക്തർക്കും എൻ്റെ പ്രണാമം. ഹരേ കൃഷ്ണ. ജയ ശ്രീ രാധേ രാധേ. ഹരേ കൃഷ്ണ. പ്രഭുവാജിയുടെ ഭൗതികഗീത യഥാരൂപം എന്ന ബുക്കിലെ 7ാമത്തെ അധ്യായത്തിലെ 28ാമത്തെ ശ്ലോകമാണ് ഞാൻ ചൊല്ലുന്നത്. യേഷാന്തകഥം പാപം ജനനാം പുണ്യകർമ്മണാം ദേ ദ്വന്ദ്വമോഹനിർമുക്ത ഭജന്തേ മാം ദൃഢാവൃതാം. ഈ ശ്ലോകത്തിൽ പറയുന്നത് അതീന്ദ്രിയ അവസ്ഥയിലേക്ക് ഉയരാൻ യോഗ്യരായിട്ടുള്ളവരെ പറ്റിയാണ്. പാപികളും നിരീശ്വരവാദികളും മൂഢരും വഞ്ചകരുമായിട്ടുള്ളവർക്ക് ഭൗതിക പ്രകൃതി നിന്ന് മോഹവിമുക്തരാവാൻ പ്രയാസമാണ്. മതപ്രമാണങ്ങളെ മുൻനിർത്തി നിയമബന്ധനങ്ങളനുസരിച്ച് ഒരു ഭക്തന് ഭക്തി ദർശനത്തിൽ ഏർപ്പെടാം. ക്രമേണ ഭക്തന് പരമപുരുഷനെ സമാധിയിൽ ധ്യാനിക്കാനും കഴിയും. ശ്രീമദ് ഭാഗവതത്തിൽ 5.5.2 പറയുന്നു, മഹത് സേവാദ്വാരം മുഹൂർ വിമുക്ത. വിമുക്തനാവണമെന്ന് ആഗ്രഹിക്കുന്ന ഭക്തൻ ഭഗവാന്റെ ഭക്തരെ സേവിക്കണം. തമോദ്വാരയേഷിതാം സംഖ്യസംഘം. ഭൗതികതയിൽ മുഴുകിയവരുടെ സഹവാസം നമ്മളെ തമോമമായ ജീവിതത്തിലേക്ക് നയിക്കൂ. വ്യാമോഹിതരായി ജീവിക്കുന്ന നമ്മൾ ആധ്യാത്മികതയിലേക്ക് ഉയരാൻ ഭഗവാന്റെ ഭക്തരുമായി സഹവസിക്കുക, ഭഗവാനെക്കുറിച്ച് ഉള്ള സത്സംഗങ്ങൾ കേൾക്കുകയും ചെയ്യുക, ഭഗവാന്റെ സ്വരൂപമായ ഭഗവദ്ദാസ്യാവസ്ഥയെ മറക്കാതിരിക്കുകയും ചെയ്യുക. ഭഗവദ്ദാസ്യാവസ്ഥ മറക്കുന്നത് വലിയ ഈശ്വര നിയമ ലംഘനമാണ്. അവിത്തഗതവാദികൾക്ക് അറിഞ്ഞുകൂടാ നൈസർഗിക അവസ്ഥയിലേക്ക് തിരിച്ചെത്താതെ ഭഗവാനെക്കുറിച്ച് അറിയാനോ ഭഗവത് സേവനം ചെയ്യുവാനോ സാധിക്കില്ല എന്ന്. ഭഗവാനെ മനസ്സിലാക്കി പൂർവജന്മങ്ങളിലും ഈ ജന്മങ്ങളിലും പുണ്യകർമ്മങ്ങൾ ചെയ്തിട്ടുള്ളവർക്ക് അവരുടെ പാപഫലങ്ങൾ ഇല്ലാതാക്കി ദ്വന്ദ്വമോഹങ്ങളിൽ നിന്ന് മുക്തരാവാനും സാധിക്കും. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാം.